ഇപ്പോൾ അജീഷിന്റെ സംസ്കാര ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. പടമല അൽഫോൻസ പള്ളിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കൂടി. അരുൺ, വിവരങ്ങൾ. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ കുടുംബ കല്ലറയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മാനന്തവാടി ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പം നിലവിൽ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് പള്ളിയിലെ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അവസാനിച്ചത്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നതിന് വേണ്ടി അവശേഷിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പള്ളിയും പരിസരമെല്ലാം വികാര നിർഭരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സങ്കടക്കടലായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച. നിരവധി പേരാണ് അജീഷിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പള്ളി സെന്റ് അൽഫോൻസോ ചർച്ചിലെ കുടുംബ കല്ലറയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതലായിരുന്നു അജീഷിന്റെ പൊതുദർശനം അദ്ദേഹത്തിന്റെ വസതി നടന്നിരുന്നത്. 9 മണി മുതൽ 3 മണി വരെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനം ഉണ്ടായി. അതിനുശേഷം 3 മണിയോടുകൂടി വസതിയിൽ ചില മതപരമായ ചടങ്ങുകൾ, പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈദികരെത്തി. ആ ചടങ്ങുകൾക്ക് ശേഷം 3:30 അവിടെ നിന്ന് വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിന്റെ വസതിക്ക് 1 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള സെന്റ് അൽഫോൻസ ചർച്ച്, പടമലയിലെ സെന്റ് അൽഫോൻസ ചർച്ചിലേക്ക് വിലാപയാത്രയോടുകൂടിയാണ് മൃതദേഹം എത്തിച്ചത്. 4 മണിയോടുകൂടി പള്ളിയിലെ പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അരമണിക്കൂർ പിന്നിട്ട് 5 മണിയോടുകൂടി ചടങ്ങുകൾ, അതായത് സംസ്കാരം അവസാനിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രാർത്ഥനകൾ, സന്ദേശം ഉൾപ്പെടെ ബിഷപ്പിന്റെയൊക്കെ സന്ദേശമുണ്ടായി. സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനമായിരുന്നു ആ സന്ദേശത്തിൽ ഉൾപ്പെടെ ബിഷപ്പിന്റെയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പിന്റെയും ഒക്കെ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത്തരത്തിലുള്ള ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇപ്പോൾ കുടുംബ കല്ലറയിൽ, സെന്റ് അൽഫോൻസോ ചർച്ചിലെ കുടുംബ കല്ലറയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. പ്രാർത്ഥന ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിരിക്കുന്നു. ഇനി സെന്റ് അൽഫോൻസോ ചർച്ച് മൂകമായ അവസ്ഥ, അതായത് നിശബ്ദമായ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ, ഭാര്യയും മക്കളും ഉൾപ്പെടെ അവരുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയാതെ സെന്റ് അൽഫോൻസോ ചർച്ചിലെ ഇന്നലെ രാവിലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കാട്ടാന ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ബേലൂർ മഖനെ പിടികൂടാൻ കഴിയുക? മയക്കുവെടി വെച്ച് എന്നതിലും വലിയ അവ്യക്തതയുണ്ട്. ബേലൂർ മഖന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ചേലൂർ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ മയക്കുവെടി ഈ ഘട്ടത്തിൽ വയ്ക്കുക ദുഷ്കരമാണ്. ഇനി അത് മറ്റൊരിടത്തേക്ക് മാറിപ്പോവുകയാണെങ്കിൽ രാത്രി നിരീക്ഷണം നടത്തുക എന്നുള്ളതിലും പ്രയാസമുണ്ട്. അത്തരത്തിലേക്ക് വലിയ വെല്ലുവിളി ദൗത്യ സംഘം നിലവിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.